പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ട്വിറ്ററിൽ പിന്തുടരുന്നത് 46 ദശലക്ഷം പേർ. ട്വിറ്റർ സജീവതയിൽ ലോക നേതാക്കളിലെ മുൻനിരയിലുള്ള മോദി എന്ത് പോസ്റ്റിട്ടാലും ലക്ഷക്കണക്കിന് പേർക്ക് നോട്ടിഫിക്കേഷൻ വരും. രാഹുൽ ഗാന്ധിയുടെ ട്വിറ്റർ ഫോളോവേഴ്സ് 9 ദശലക്ഷം. തന്റെ സർക്കാരിനെതിരായി കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ ഉന്നയിക്കുന്ന വിമർശനത്തിന് അതേ നാണയത്തിലാണ് മോദി തിരിച്ചടിച്ചത്. മേ ഭി ചൗക്കീദാർ എന്ന ഹാഷ്ടാഗിലൂടെ മോദി വലിയ പ്രതിരോധം തീർത്തത് സൈബർ ലോകത്ത് വലിയ ചർച്ചയായി. പിന്നാലെ പ്രധാനമന്ത്രി പേരും പരിഷ്കരിച്ചതും ചർച്ചയായി. ചൗക്കീദാർ നരേന്ദ്രമോദി. BJP നേതാക്കളെല്ലാം ചൗക്കീദാർ എന്നും പേരും മാറ്റി. വാർത്താ തലക്കെട്ടുകളിൽ ചൗക്കീദാർ ഇടം നേടുകയും ചെയ്തു. കോൺഗ്രസും വിട്ടുകൊടുത്തില്ല. കാവൽക്കാരൻ കള്ളനാണെന്ന് പറഞ്ഞ് ആ ഹാഷ്ടാഗിലൂടെ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും കളം പിടിച്ചു. 2 പ്രചാരണവും അനുയായികൾ ഏറ്റെടുത്തു. പക്ഷെ മോദിക്ക് എപ്പോഴും വലിയ ഫോളോവേഴ്സും മോദിക്ക് കിട്ടുന്ന അതേ കൈയ്യടി തന്നെ രാഹുലിനും പലപ്പോഴും കിട്ടിയിട്ടുമുണ്ട്. ഏപ്രിൽ 9 വരെയുള്ള ഫലങ്ങളെക്കുറിച്ച് ഇന്ത്യ ടുഡേ നടത്തിയ പഠനത്തിൽ ഒരുപാട് പേർ ഈ ഒരു വിഷയം ഏറ്റെടുത്തു എന്ന് കണ്ടെത്തി. മോദിക്കും രാഹുലിനും ഒക്കെ ഈ വിഷയത്തിൽ വലിയ ലൈക്കും കമന്റും ഷെയറും ഒക്കെയാണ് കിട്ടിയത്. നേരത്തെ മുതലുള്ള വിമർശന മുദ്രാവാക്യവുമായ ചൗക്കീദാർ ചോർഹെ ഉൾപ്പെടുത്തി അടുത്ത ദിവസം രാഹുൽ ട്വീറ്റ് ചെയ്തപ്പോൾ അതിനും കിട്ടി വലിയ ലൈക്കും കമന്റ്സും ഷെയറും ഒക്കെ. അങ്ങനെ സൈബർ യുദ്ധം, ഡിജിറ്റൽ യുദ്ധം രാഹുലും മോദിയും നന്നായി പൊടിക്കുകയാണ്. ഇത് ഏറ്റെടുത്തുകൊണ്ട് അണികളും തൊട്ട് പിന്നാലെയുണ്ട്. ഇതിന് പിന്നാലെ വ്യാജ അക്കൗണ്ടുകളും ഒരുപാട് നിലവിൽ വന്നു. അതിനെ സംബന്ധിച്ചൊക്കെ പിന്നീട് വാർത്തകൾ വന്നു, അതിലൊരു വ്യക്തതയും വന്നു. സമൂഹ മാധ്യമങ്ങളിലെ ഡേറ്റ ഉപയോഗിക്കുമ്പോൾ സെന്റിമെന്റ് അനാലിസിസ് നോക്കാറുണ്ട്. ഓരോ വിഷയത്തോടും ഉപയോക്താക്കൾ എന്ത് വികാരമാണ് പ്രകടിപ്പിച്ചത് എന്നറിയാനുള്ള മാർഗം. അങ്ങനെ നോക്കുമ്പോൾ ചൗക്കീദാറിനോട് ഒരുപാട് പേർ പോസിറ്റീവായി പ്രതികരിച്ചു. കുറച്ചുപേർ മാത്രമാണ് നിഷേധ മനോഭാവം സ്വീകരിച്ചത്. എങ്ങും തൊടാതെ നിസ്സംഗത പ്രകടിപ്പിച്ചവരും കുറവല്ല. സെന്റിമെന്റ് അനാലിസിസ് കണക്കിൽ മോദിയെ രാഹുൽ മറികടക്കുന്നതും കാണാമായിരുന്നു പല ഡിജിറ്റൽ കണക്കുകളിലും. ഏതായാലും 60% പേർ പോസിറ്റീവായി രാഹുലിന്റെ കമന്റിനോട് വന്നു. 30% പേർ ന്യൂട്രലായി പ്രതികരിച്ചു. 10% പേർ നെഗറ്റീവായും പ്രതികരിച്ചു. ഈ വൈകാരിക നേട്ടവും പോസിറ്റീവ് മനോഭാവവും ഇതൊക്കെ വോട്ടാകുമോ എന്നുള്ളതും കാണേണ്ടി വരും. പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ വലിയ പങ്ക് തെരഞ്ഞെടുപ്പിൽ വഹിക്കുമ്പോൾ, ഫേസ്ബുക്കും ട്വിറ്ററും ഒരു സമൂഹത്തെയാകെ ഉന്നം വയ്ക്കുമ്പോൾ, വാട്സാപ്പ് വ്യക്തിയധിഷ്ഠിതമാണ്. ഓരോ പ്രദേശത്തിനും ജനക്കൂട്ടത്തിനും ആളുകൾക്കും അനുസരിച്ച് മാറ്റം വരുത്തിയ പോസ്റ്റുകൾ ഗ്രൂപ്പിലൂടെ പ്രചരിപ്പിക്കാമെന്നൊരു പ്രത്യേകത വാട്സാപ്പിനുള്ളത് കൊണ്ട് തന്നെ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ വാട്സാപ്പും വലിയ പ്രചാരണായുധമാക്കിയിരുന്നു അണികൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വാട്സാപ്പ് ഉപയോഗത്തെപ്പറ്റി ഡിജിറ്റൽ എംപവർമെന്റ് ഫൗണ്ടേഷൻ പഠനം നടത്തുമ്പോൾ 2014 36% 2019 63% കുതിച്ചുയർന്നിരിക്കുന്നു. വാർത്തയ്ക്കായി സമൂഹ മാധ്യമങ്ങളെ ആശ്രയിക്കുന്നവരുടെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കുന്നു. US-മായി താരതമ്യം ചെയ്യുമ്പോൾ വലിയ അന്തരം ഇന്ത്യയുടെ കാര്യത്തിൽ ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്നത്. ഇതൊക്കെ ഇത്തവണ തിരഞ്ഞെടുപ്പ് ചിത്രത്തിൽ വോട്ടായി മാറുമെന്ന് തന്നെയാണ് BJPയും കോൺഗ്രസും കണക്കുകൂട്ടുന്നത്.